നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ടൂറ് പോകുമ്പോഴേ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്ഥലത്തേക്ക് നമ്മൾ ടൂറ് പോകാമെന്ന് പറയുമ്പോൾ ഒപ്പമുള്ള ആളുകൾ നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ അങ്ങോട്ട് പോകണില്ല, അവിടേക്ക് എനിക്ക് ചടച്ചിന് വേറെ സ്ഥലം പോകാം നമ്മളെന്ന് പറയും. പക്ഷേ ഈ ഒരു 10-15 വർഷങ്ങളോളമായിട്ട് ഈ കക്കാടംപൊയിൽ വന്ന് പോയിട്ട് ഇത്രയും കാലയളവ് ഒരു 15 വർഷത്തോളം ഇവിടെ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ കക്കാടംപൊയിൽ വന്ന് പോയിട്ട് ഇന്നേ വരെ ചടച്ചിട്ടില്ല. ഇങ്ങോട്ട് വരാനൊരു മടുപ്പും തോന്നുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയോ? അതാ ആ മൃഗങ്ങളെ ശബ്ദം, മലയാളനാണെന്നുള്ളത്, പിന്നെ കുരങ്ങ്, പിന്നെ ചീവീട്, പല ജാതി ശബ്ദം, നല്ല ക്ലൈമറ്റ്. ഈ ഒരു കാലാവസ്ഥയോട് ഇണങ്ങി ജീവിച്ച് നോക്കുമ്പം ഇവിടം വിട്ട് പോകാൻ തോന്നുന്നു. അതല്ല എൻ്റെ യഥാർത്ഥ ശരി. അപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജീവിതകഥ ഞങ്ങളോട് പറഞ്ഞു. ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേമാതിരി ജീവിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എൻ്റെ സാഹചര്യവും സന്ദർഭവും അതിനൊത്ത് വന്ന് അങ്ങനെ ആയിപ്പോയി. പക്ഷേ നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇതേമാതിരി രാജാവായിട്ട് ഇങ്ങനെ ജീവിക്കണ്ടേ? അതിനാണെങ്കിൽ ഉള്ള സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ കക്കാടംപൊയിൽ വന്നിട്ട് അവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ ഉള്ളോട്ട് പോയി നല്ല വൈബുള്ള ഒരു മലൻ്റെ ഉള്ളിൽ മറ്റുള്ള യാതൊരു ശല്യമില്ല, പ്രൈവസിക്ക് യാതൊരു തടസ്സമില്ല, മൃഗങ്ങളെ സൗണ്ടൊക്കെ കേട്ട് അവനാൻ്റെ കുടുംബമായിട്ട് ലാവിശായിട്ട് കഴിയുക, വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ അതിന് പറ്റിയ സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, സായിയോ റിസോർട്ട് തന്നെ റിസോർട്ടുണ്ട് കക്കാടംപൊയിൽ. ഒരു 10-30 ഏക്കർ സ്ഥലത്ത് ഒന്നായിട്ട് വിജനമായ സ്ഥലത്ത് ഒരു റിസോർട്ട് കിടക്കുന്നു. നല്ല അടിപൊളി സ്വിമ്മിങ് പൂള്, നല്ല ഡോർമെട്രി സൗകര്യം, AC റൂം, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ഫുഡും കാര്യങ്ങളും എല്ലാ സൗകര്യവും, ഷട്ടിൽ കോർട്ട്, പിന്നെ ടെന്നീസ് ബോള്, പന്തളിക്കാനുള്ള സൗകര്യം, ഇങ്ങനെ എല്ലാ സംഭവം. പിന്നെ വൈബ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, ആസ്വദിക്കാൻ പറ്റാത്ത വൈബ്. പിന്നെ സൂര്യൻ രാവിലെ മൂപ്പര് കുളിച്ച് മാറ്റി പൊന്തി ഇങ്ങനെ വരുന്ന വ്യൂ, ഇതൊക്കെ എവിടുന്ന നിങ്ങൾക്ക് കിട്ടുക? ഇത്രയും ക്ലിയർ നിങ്ങൾക്ക് രാവിലെ നീച്ച് നോക്കിയാൽ സൂര്യൻ ഇങ്ങനെ മലൻ്റെ ഇടയിൽ നിന്ന് പൊന്തി ഇങ്ങനെ വരുന്നത് കാണാം. ഇതൊക്കെ തന്നെ ജീവിതത്തിൽ വേണ്ടത്. ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഈ വെക്കേഷൻ ഞങ്ങളൊപ്പം കൂടുമ്പോൾ അടിപൊളിയാക്കാൻ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം. ഓക്കെ.